ഹായ് ദോസ്തോ, നമ്മൾ കാത്തിരുന്ന ഇന്ത്യൻ ആർമിയുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ റിസൾട്ട് ഔട്ടായിരിക്കും. റിസൾട്ട് എങ്ങനെ അറിയാം, അതേപോലെ തന്നെ അതിന്റെ PDF എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, നിങ്ങളുടെ റോൾ നമ്പർ ഏതാണ്, എങ്ങനെയാണ് അതിൽ ചെക്ക് ചെയ്യുന്നത്, ഇതാണോ നിങ്ങളുടെ സംശയം? വിഷമിക്കേണ്ട ദോസ്തോ, ഈ വീഡിയോയിൽ നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒന്ന് റിസൾട്ട് എങ്ങനെ പരിശോധിക്കാം നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണ്ട കാര്യം, നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പോ ഏതിനെങ്കിലും നിങ്ങൾ ഗൂഗിൾ സെർച്ച് ബാർ എടുക്കുക. ഗൂഗിൾ സെർച്ച് ബാറിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇന്ത്യൻ ആർമി. ഇപ്പം നേരത്തെ ഞാൻ സെർച്ച് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ജോയിൻ ഇന്ത്യൻ ആർമി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന ഒരു സൈറ്റുണ്ട്, ജോയിൻ ഇന്ത്യൻ ആർമി .nic.in എന്ന് പറയുന്നത്. ആ സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്യാപ്ച ബാർ കിട്ടുന്നതായിരിക്കും ഇങ്ങനെ. അപ്പോൾ അതിൽ നമ്മൾ ക്യാപ്ച അടിച്ചു കൊടുക്കണം. എൻ്റർ ബാർ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്ത്യൻ ആർമിയുടെ സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇതൊരു ഹോം സ്ക്രീനാണ് ഇന്ത്യൻ ആർമിയുടെ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മുകളിൽ കൊടുത്തിരിക്കുന്ന എല്ലാം ഇന്ത്യൻ ആർമി ഓഫീസേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കാം. ഇതേമാതിരി റെഡിൽ കാണിക്കുന്നതൊക്കെ ഇന്ത്യൻ ആർമി ഓഫീസേഴ്സിൻ്റെ ആയിരിക്കാം. നിങ്ങൾക്ക് നോക്കേണ്ടത് വന്നിട്ട് ഇതിന് താഴെയായിട്ട് ഈ പറയുന്ന JCOR അഗ്നിവീർ ഇതിൽ എടുത്തതിന് ശേഷം ഈ CEE റിസൾട്ടിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾക്ക് വന്നിരിക്കുന്ന ഈ റിസൾട്ടിൽ ഇപ്പം നമുക്കൊരു നമ്മുടെ ഇവിടെ പഠിച്ചതിന് ഒരു കുട്ടിയെ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്മുടെ റോൾ നമ്പർ ഉണ്ട്, ബാംഗ്ലൂർ കേരള ട്രിവാൻഡ്രം അഗ്നിവീർ GD 2026. ആ ഒരു റോൾ നമ്പർ മാത്രം നമ്മൾ ആദ്യമായിട്ട് നമ്മൾ കോപ്പി ചെയ്യുകയാണ്. കോപ്പി ചെയ്തതിന് ശേഷം അത് നമ്മൾ സെർച്ച് ബാറിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കും. സെർച്ച് ബാറിൽ പേസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേതെങ്കിലും ഒരു കുട്ടിയുടെ, നമ്മുടെ ഇവിടെ പഠിച്ചത് തന്നെ ഒരു കുട്ടിയുടെ നമ്മൾ റോൾ നമ്പർ സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ റോൾ നമ്പർ എന്ന് പറയുമ്പോൾ പാസ്സായ ഫെയിലാണോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ പഠിച്ചൊരു കുട്ടി എന്ന് പറയുന്നത് അഭിനന്ദ് യെസിൻ്റെയാണ് നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അവൻ്റെ റോൾ നമ്പർ എന്ന് പറയുന്നത് 106784. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു നോക്കാം. 106784. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ പറയുന്ന റോൾ നമ്പറിൽ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് ആ കുട്ടിയുടെ നമ്പർ. ആ കുട്ടി പാസ്സാണ്. അത് പ്രത്യേകിച്ച് നോക്കിയാൽ ബാംഗ്ലൂർ കേരള ട്രിവാൻഡ്രം അഗ്നിവീർ GDയിൽ മാത്രമാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നഴ്സിംഗ് അസിസ്റ്റൻ്റ് ചെക്ക് ചെയ്യാം, അതേപോലെ തന്നെ ടെക്നിക്കലിൻ്റെ ചെക്ക് ചെയ്യാം, അതേപോലെ തന്നെ ട്രേഡ്സ്മാൻ്റെ ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആ റോൾ നമ്പർ മാത്രം അതിലെടുത്തതിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു സ്ക്രീൻ ഓപ്പൺ ആവുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് മൊത്തം കാണാൻ കഴിയും ഏതൊക്കെ AROയുടെ അല്ലെങ്കിൽ ഏതൊക്കെ BROയുടെ അല്ലെങ്കിൽ ഏതൊക്കെ ZROയുടെ റിസൾട്ട് പബ്ലിഷായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് റോൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ആദ്യം ബാംഗ്ലൂർ കൊടുത്തിട്ടുണ്ട്, BNG ബാംഗ്ലൂർ ZRO ആണ്. അതിനുശേഷം വരുന്നത് കേരളയാണ്. അതിനുശേഷം വരുന്നത് ട്രിവാൻഡ്രം ARO ആണ്. ഇതിൽ നിങ്ങൾക്ക് കോഴിക്കോട് ARO എഴുതിയിട്ടുള്ള കുട്ടികൾക്ക് കാലിക്കറ്റിൻ്റെ ഒരു CAL കാണിച്ചിട്ടുണ്ടാവും. പിന്നെ കൊടുത്തിരിക്കുന്ന അഗ്നിവീർ ടെക്നിക്കലാണ്. അത് ഇവിടെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, അഗ്നിവീർ ടെക്നിക്കലാണെന്നുള്ളത്. ഇതായിരിക്കും 2026 ഇതിൻ്റെ റോൾ നമ്പർ എന്ന് പറയുന്നത് ഇതായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ PDF ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് നോക്കാൻ സാധിക്കും. ഇപ്പോൾ ഇനി ഇത് അതല്ലാതെ നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ നോക്കിയേ, ഇനി ഒരെണ്ണം നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഇത് നോക്കിക്കഴിഞ്ഞാൽ വേറെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പഴയതുപോലെ തന്നെ ഇത് ബാംഗ്ലൂരാണ്, ഇത് കേരളയാണ്, അതേപോലെ തന്നെ ഇത് ട്രിവാൻഡ്രം AROയുടെയാണ്. ഇപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് നോക്കിയേ ABWMP ആണ് കൊടുത്തിരിക്കുന്നത്. അഗ്നിവീർ GD വുമൺ മിലിറ്ററി പോലീസിൻ്റെയാണ് ഈ അഡ്മിറ്റ് കാർഡ് വരുന്നത്. അപ്പോൾ ഇതിൽ ട്രിവാൻഡ്രം എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാലിക്കറ്റായിട്ട് മാറാം. അതേപോലെ തന്നെ നിങ്ങൾ എഴുതിയിരിക്കുന്ന അഗ്നിവീർ GD വുമൺ മിലിറ്ററി പോലീസ് ആയിരിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ അഗ്നിവീർ GD ടെക്നിക്കൽ അല്ലെങ്കിൽ അഗ്നിവീർ GD ആയിരിക്കാം, അല്ലെങ്കിൽ അഗ്നിവീർ ട്രേഡ്സ്മാൻ ആയിരിക്കാം. അതിവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇതേ നമ്പർ തന്നെ ടെക്നിക്കലിലുണ്ടാവും, വുമൺ മിലിറ്ററി പോലീസിലുണ്ടാവും, അതേപോലെ തന്നെ ട്രേഡ്സ്മാനിലുണ്ടാവും, GDയിലുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഏതാണോ, ഇപ്പം അതിനകത്ത് വന്നിരിക്കുന്ന PDF ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിനകത്ത് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഈ നമ്പർ വന്ന് കൃത്യമായി സെർച്ച് ചെയ്യേണ്ടത് അഗ്നിവീർ വുമൺ മിലിറ്ററി പോലീസിൻ്റെ റിസൾട്ടിൽ വേണം നമ്മൾ ചെക്ക് ചെയ്യാൻ. സെലക്ട് ആയ എല്ലാ കുട്ടികൾക്കും അടൂർ ജോണ ഡിഫൻസ് അക്കാഡമിയുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് ഉടനെ തന്നെ ഡേറ്റ് വരുന്നതായിരിക്കും. അതേപോലെ തന്നെ എയർഫോഴ്സിൻ്റെ റിസൾട്ട് ഓൾറെഡി ഔട്ടായി കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ സെക്കൻഡ് സ്റ്റേജിൻ്റെ ഫിസിക്കൽ ട്രെയിനിങ് അടൂർ ജോണ ഡിഫൻസ് അക്കാഡമിയിൽ ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നേവിയുടെ റിസൾട്ട്. ഈ ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ നേവിയുടെ റിസൾട്ടും പബ്ലിഷ് ആവുന്നതാണ്. അപ്പോൾ അതിൻ്റെയും കൂടി ഫിസിക്കൽ ട്രെയിനിങ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മുടെ അക്കാഡമി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഈ പറയുന്ന ആർമി, SSC, GD, അതേപോലെ തന്നെ സൈനിക് സ്കൂൾ, നവോദയ എല്ലാത്തിൻ്റെയും ഫിസിക്കൽ ട്രെയിനിങ് പ്ലസ് അക്കാഡമിക് ക്ലാസ്സുകൾ അടൂർ ദ്രോണ ഡിഫൻസ് അക്കാഡമിയിൽ ലഭ്യമാണ്. ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറുണ്ട് ദ്രോണ ഡിഫൻസ് അക്കാഡമിയുടെ. അപ്പോൾ അതിൽ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ പരിശീലനം ആരംഭിക്കാവുന്നതാണ്. ദ്രോണ ഡിഫൻസ് അക്കാഡമിയിലാണെങ്കിൽ ആർമിയുടെ NDA മുതൽ താഴെ കേരള പോലീസ്, സ്റ്റേറ്റ് പോലീസിൻ്റെ ഒരു ഫിസിക്കൽ ആൻഡ് പേഴ്സണൽ അക്കാഡമിക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും അതേപോലെ തന്നെ ഒരു യൂണിഫോം ജോബാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങളുടെ കൂടെ കൂടിക്കോ. ജയ് ഹിന്ദ്.